എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താന്ന് നോക്കാം. ഇന്നത്തെ റെസിപ്പി മസാല ബണ്ണാണ്. ഒരു മസാല ഉണ്ടാക്കിയിട്ട് ബണ്ണിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ ടൈം സ്നാക്സ് ആണ്. അതുമാത്രമല്ല നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നോമ്പ് തുറക്കി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി സ്റ്റഫിങ്ങിനായിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം 2 വലിയ സവാള നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായി കിട്ടട്ടെ. അടുത്ത് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ് 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സോട്ടായി കിട്ടും. തക്കാളി നന്നായിട്ട് കുഴഞ്ഞു വന്ന ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച ക്യാപ്സിക്കം, 1 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത്, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പട്ടാണി കൂടെ ചേർക്കണം. അത് ചേർത്താനായിട്ട് വിട്ടുപോയിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കുക. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് സോട്ടായി കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരമായിട്ട് മുട്ട ചേർക്കാം. പിന്നെ ഇഷ്ടമുള്ള മീറ്റ് മിൻസ് ചെയ്തത് ചേർക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും ചേർക്കാതെയും ആ തക്കാളിയോടുകൂടെ നിർത്തിയ ശേഷം ബാക്കിയുള്ള മസാലകൾ ചേർത്ത് ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന ഒരു ഡിഷാണത്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ മറ്റ് മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. ഈ 2 മസാലകൾ മാത്രമേ ചേർക്കുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ചേർക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ചേർക്കണത് വീട്ടിൽ തന്നെ എടുത്ത ഫ്രഷ് ക്രീമാണ്. പാലിൻ്റെ ആടയുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താണ് ഇതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ ഒപ്പം അതുപോലെ ദോശയുടെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്തും ബ്രെഡിൻ്റെ കൂടെ സ്റ്റഫ് ചെയ്തൊക്കെ കഴിക്കാവുന്ന ഒരു മസാല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാനിവിടെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആറാനായിട്ട് വെക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ബണ്ണാണ്. ഇതിനി 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 8-10 ബണ്ണാണ് സ്റ്റഫ് ചെയ്ത് വെക്കാൻ പോണേ കേട്ടോ. കാരണം ഞങ്ങളിത് രാത്രിയിലെ ഡിന്നറായിട്ടാണ് കഴിക്കാൻ പോണത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കുറച്ചെടുത്ത് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇത്രയും ഇട്ടത് കൊണ്ടാണ് സ്റ്റഫിങ് ഇത്രയും ഉള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഇത്ര എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചും മെമ്പേഴ്സിനനുസരിച്ചൊക്കെ ഇത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ബണ്ണ് സ്റ്റഫ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് വേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല, പിന്നെ വേണ്ടത് മയനൈസാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയനൈസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയനൈസാണ്. എഗ്ലെസ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ച് ഫ്രീസറിൽ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ എപ്പോഴും ഫ്രഷായിട്ട് ഉപയോഗിക്കണതാണ് നല്ലത്. 1-2 ദിവസം മാത്രം വീട്ടിലുണ്ടാക്കുന്ന മയനൈസ് ഉപയോഗിച്ചാൽ മതി. പിന്നെ വേണ്ടത് കെച്ചപ്പാണ്. കെച്ചപ്പിൻ്റെ കൂടെ ഞാനിവിടെ പിസ്സ സോസും കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചാണ്. പിസ്സ സോസ് വേണമെന്നില്ല കേട്ടോ, കെച്ചപ്പ് മാത്രം ഉണ്ടായാലും മതി. അപ്പോൾ ഇനി നമുക്ക് സ്റ്റഫ് ചെയ്യാനായിട്ട് തുടങ്ങാം. ബണ്ണെടുക്കുക. അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചല്ലോ. ഇനി അതിലേക്ക് ആദ്യം നമ്മൾ നന്നായിട്ട് മയനൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നല്ലോണം അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു ബണ്ണ് കഴിക്കുമ്പോഴുണ്ടല്ലോ എല്ലാത്തിൻ്റെ ടേസ്റ്റും ഒരുമിച്ച് കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെച്ചപ്പും പിസ്സ സോസും കൂടെ ചേർന്നിട്ടുള്ള മിക്സാണിത്. ഇതും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാല സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ഞാൻ നല്ല തിക്കായിട്ടാണ് സ്റ്റഫ് ചെയ്യണത് കേട്ടോ. എന്നാലേ നമ്മൾ കഴിക്കണ സമയത്ത് നന്നായിട്ടുണ്ടാവുള്ളൂ.
അപ്പോൾ ഇതെല്ലായിടത്തും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപോലെ എത്തണം. എല്ലാ വശങ്ങളിലും നന്നായിട്ട് തന്നെ സ്റ്റഫ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ മുകളത്തെ ഭാഗം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, അത് നന്നായി ഇരുന്നോളും. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ബട്ടർ ഇടുന്ന സമയത്താണ് അതിൻ്റെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുക. ഇനി ഈ ഒരു പാനിലേക്ക് 2 ബണ്ണേ നമുക്ക് വെച്ച് ടോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 2 ബണ്ണും വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ശേഷം ഇത് മറുഭാഗം തിരിച്ചിടണം. എന്നാൽ മാത്രമേ അത് കഴിക്കാൻ നന്നായിട്ടുണ്ടാവുള്ളൂ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വന്നോളും. ഇപ്പോൾ നമ്മൾ മറിച്ചിട്ട ശേഷം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെടുത്ത് മാറ്റാം. ഇങ്ങനെ നമുക്ക് ഓരോ ബാച്ചായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് മസാല ബാക്കി വന്നാൽ ഞാൻ ദോശ മോളായിട്ട് സ്പ്രെഡ് ചെയ്തു. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.